ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. അതിനാദ്യം ഒരു പാത്രം എടുത്ത് അത് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം പാസ്ത നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി ഊറ്റി മാറ്റി വയ്ക്കാം. ഇത്രയും വെജിറ്റബിൾസാണ് അതിൽ ചേർക്കേണ്ടത്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മെൽറ്റായതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 വെളുത്തുള്ളിയാണ് എടുത്തിട്ടേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ ചേർത്തത്. നന്നായിട്ട് സോട്ടായതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു സവാളയും ഒരു ശകലം ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ക്യാരറ്റും ക്യാപ്സിക്കം ഇടാം, ഇല്ലെങ്കിൽ സവാള മാത്രം ഇട്ടാലും മതി. പിന്നെ കോൺ ഉണ്ടെങ്കിൽ നമുക്ക് കോണും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് 3 മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് കുറച്ച് നേരം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് എരി നമുക്ക് ഒരുപാട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും ഇട്ടിട്ടുണ്ട്. ഓർഗാനോ ഉള്ളവരും കൂടെ ഇട്ട് കൊടുക്കുക. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടില്ല. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പാനിലോട്ട് നമുക്ക് നമ്മുടെ സോസ് തയ്യാറാക്കാം. വൈറ്റ് സോസ് തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായി മെൽറ്റായതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 വെളുത്തുള്ളിയാണ് അരിഞ്ഞത് ചേർത്തേക്കുന്നത്. മൈദ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 സ്പൂണാണ് ചേർത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കട്ടകളെല്ലാം നന്നായിട്ട് ഒരിതും പൊടിഞ്ഞു വരണം. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് നമുക്ക് ലൂസാക്കി ആ കട്ടിയുള്ള തരികളെല്ലാം നമുക്ക് അലിയിച്ചെടുക്കാം. കുറച്ചധികം നേരം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ കട്ടകളെല്ലാം അലിഞ്ഞ് പോവും. അതിനുശേഷം മാത്രം നമുക്ക് നമ്മൾ സോട്ട് ചെയ്ത വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചീസിൻ്റെ സ്ലൈസാണ് ഇട്ട് കൊടുത്തേക്കുന്നത്.
നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ഗ്രേറ്റ് ചെയ്ത ചീസ് വല്ലതും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് കട്ടിയാവുന്നെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ പാലൊഴിച്ച് കൊടുത്താലും മതി. നമ്മൾ പാസ്ത വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കാം, കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചീസ് വല്ലതും ഗ്രേറ്റ് ചെയ്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതെല്ലാം ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മുടെ പാസ്ത റെഡിയാവും. അപ്പോൾ നമുക്ക് ഇറക്കി മാറ്റിയതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായ വൈറ്റ് സോസ് പാസ്ത ഇപ്പോൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.